വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ അൺബോക്സിംഗ് വീഡിയോ കൂടിയാണ് കേട്ടോ. ഇത് അൺബോക്സ് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടന്നാലോ. ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ മൊബൈൽ ഗിംബിൾ നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ എന്താണ് മൊബൈൽ ഗിംബിൾ എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. മൊബൈൽ ഉപയോഗിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകൾക്കുണ്ടാവുന്ന ചെറിയ ചെറിയ ഷേക്ക് പോലും വീഡിയോനെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ മൊബൈൽ ഗിംബിളുകൾ. ഇതുപയോഗിച്ചിട്ട് വളരെ സ്മൂത്തായിട്ടുള്ള വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇത് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റായ IMA സ്റ്റുഡൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു പാക്കിങ്ങോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. വളരെ സെക്യൂറായിട്ട് തന്നെ ഈ ഐറ്റം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് DJI കമ്പനിയുടെ ഓസ്മോ മൊബൈൽ 3 എന്ന് പറയുന്ന ഒരു മോഡൽ ഗിംബലാണ്. ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓസ്മോ മൊബൈൽ 4 ആണ് വെർഷൻ. പക്ഷേ നമ്മൾ റേറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 3ക്ക് കുറവായത് കൊണ്ടാണ് ഞാൻ ഈ മോഡൽ ചൂസ് ചെയ്തത്. ഇത് തന്നെ 2 മോഡലുകൾ വരുന്നുണ്ട്. മൊബൈൽ ഒരു കോംബോ കിറ്റായിട്ട് വരുന്നതുകൊണ്ട് ഗിംബിൾ മാത്രമായിട്ട് വരുന്നുണ്ട്. ഞാനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് കോംബോ കിറ്റാണ്. കോംബോക്ക് ഒരല്പം വില കൂടുതലാണ്, എന്നാലും നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ട്രൈപോഡ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഐറ്റം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു വൈറ്റ് പാക്കിങ്ങിലാണ് നമ്മുടെ ഗിംബിൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ജസ്റ്റ് ഓസ്മോ മൊബൈൽ 3 കോംബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിംഗ് ആണ്. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് DJI എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ബ്രാൻഡിങ് കാണാം. ഇനി വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ പാക്കേജിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാം. ട്രൈപോഡ്, അതുപോലെ ക്യാരിയിങ് കേസ്, ഒരു ചെറിയൊരു ഒരു ചാർജിങ് കേബിൾ, അതുപോലെ ഒരു പൗച്ചും ഒരു ടാഗും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് കാണാം. പിന്നെ അതുപോലെ ഈ ഡിവൈസ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്കൊരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് എന്നുള്ള ഡീറ്റെയിൽ കാണാം. അത് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും സൈഡിൽ നമുക്ക് വിസിബിൾ ആണ്. അതുപോലെ മുകളിലൊന്നുമില്ല. നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പ്രൈസുകളൊക്കെ കാണാം. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് MRP കൊടുത്തിരിക്കുന്നത് 9,900 ആണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 7,400 റുപ്പീസിനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തായാലും ഇതിനകത്ത് ഒരു ചെറിയ ക്യാരിയിങ് പൗച്ച് കാണാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു പൗച്ചാണ്. നമുക്ക് നമ്മുടെ ഗിംബൽ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. അതിലും നമുക്ക് നമ്മുടെ ആ DJIയുടെ ഒക്കെ ഒരു ബ്രാൻഡിങ് നമുക്ക് അതിൽ കാണാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ബോക്സിൽ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമുക്കിനി ഒരു USB കേബിൾ നമുക്കിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഗിംബൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള USB കേബിളാണ്. അതിൻ്റെ കണക്ടർ വന്നിരിക്കുന്നത് നമുക്ക് Type-C പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ലേറ്റസ്റ്റ് ഫോണുകളിലും വരുന്ന Type-C പോർട്ട് തന്നെയാണ് ഇതിലും നമ്മുടെ ഗിംബലിലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് അടുത്ത ഐറ്റം എന്താണെന്ന് കഴിഞ്ഞു. ഇപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ബോക്സാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിവിടെ ഓസ്മോ DJI എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ്ങുകൾ കാണാം. നമുക്കിത് സൈഡിൽ ചെറിയ സിബ് കാണാം. ആ സിബ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഗിംബിൽ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഗിംബൽ കാണാം. വളരെ ചെറിയൊരു ഗിംബലാണിത്. നമുക്കിത് ഇത് ഫോൾഡ് ചെയ്ത് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു ഗിംബലാണിത്. നമുക്കതിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ കാണാം. നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ് ഇത്. നമുക്ക് ഇങ്ങനെ വേണം ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് നമുക്കിത് വളരെ ചെറുതാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് അൺഫോൾഡ് ചെയ്തിട്ട് നമുക്കിത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഫിനിഷിങ്ങിലാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ ആണെങ്കിലും എല്ലാത്തിനും തന്നെ ആ DJI ബ്രാൻഡിൻ്റെ എല്ലാ വിധത്തിലുള്ള ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു 3 ആക്സിസ് ഗിംബലാണ്. 3 മോട്ടോറുകളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലൊരു ജോയ്സ്റ്റിക്ക് കാണാം. അതുപോലെ ഒരു മോഡ് ബട്ടൺ, ഒരു റെക്കോർഡ് ബട്ടൺ കാണാം. നമുക്ക് ഈ ഗിംബൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് മുകളിലേക്കും താഴേക്കും എല്ലാം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഇടതുവശത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. പിന്നെ നമ്മുടെ ഹാൻഡ് ഗ്രിപ്പ് ആണെങ്കിലും തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു റബ്ബറാണ് അതിലുള്ളത്. പിന്നെ DJIയുടെ ബ്രാൻഡിങ്ങും കാണാം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട Type-Cയുടെ ചാർജിങ് പോർട്ട് കാണാം, നമ്മുടെ ഓസ്മോ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക്
ഒരു ചെറിയ USB പോർട്ട് കാണാം. ഈ USB പോർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ ചാർജ് തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഗിംബൽ നമുക്കൊരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, യൂസ് ചെയ്യാൻ കഴിയും. ഇതിലൊരു ഏകദേശം 2500 mAh ഒരു ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും USB പോർട്ട് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈലിലേക്കും കൂടെ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം എന്നർത്ഥം. പിന്നെ അതിൻ്റെ ഏറ്റവും പുറകിലായിട്ട് നമുക്കൊരു ചെറിയൊരു ട്രിഗർ ബട്ടൺ കാണാം. ഈ ഓരോ ട്രിഗർ ബട്ടണും ഓരോരോ ഫങ്ഷൻസ് ആണുള്ളത്. പിന്നെ താഴെയായിട്ട് നമ്മുടെ ഹോൾഡർ നമുക്ക് കോർത്തിടാനുള്ള ചെറിയ ഹോള് കാണാം. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. നമുക്കിതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആ ബാഗിൽ തന്നെ നമുക്കിട്ട് ബാഗിലിടുകയോ അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ കാണിച്ച പൗച്ചിലിട്ടിട്ട് കൊണ്ടുപോകാം. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെറിയ ബാഗിലോ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്യാരി ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് കോംബോ കിറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ മിനി ട്രൈപോഡ് നമ്മുടെ ഈ ഗിംബലിൻ്റെ താഴെയാണ് നമ്മൾ എന്ത് ചെയ്യാം, സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇനി അതിനുശേഷം നമുക്കിത് എന്ത് ചെയ്യാം, നമുക്ക് വല്ല മേശപ്പുറത്തോ അല്ലെങ്കിൽ വല്ല നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലോ വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും ഇതുപോലെ വെച്ചതിന് ശേഷം. ഇനി നമുക്കിത് ഈ മൊബൈൽ നമുക്കിതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് മൊബൈൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഏത് സൈഡിൽ വേണം എന്നുള്ളതിൻ്റെ ഒരു മാർക്കിംഗ് ഒക്കെ നമുക്ക് ആ ക്ലിപ്പിൽ കാണാൻ കഴിയും. ഇത് നമുക്ക് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ നമുക്കിതിൽ ക്ലിപ്പ് ചെയ്യാം. ഇനി ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ചാർജ് ചെയ്യണം. അതുപോലെ നമുക്കിതിൽ കുറച്ച് ഫങ്ഷൻസ് എല്ലാം നമ്മളിത് പഠിച്ചിട്ട് വേണം നമുക്കിത് ഈ ഗിംബൽ നമുക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ അധികം താമസിയാതെ തന്നെ ഇതിൻ്റെ എല്ലാ ഫങ്ഷൻസും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.